+2 സേ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിൽ അനിശ്ചിതത്വമാണ്. പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്ന തീയതി മാറ്റിവെച്ചത് 3 തവണയാണ്. ജൂലൈ 3-ന് മുൻപ് പരീക്ഷകൾ പൂർത്തിയാക്കിയെങ്കിലും ഫലം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. കോളേജ് പ്രവേശന നടപടികൾ പുരോഗമിക്കവേ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലായി. സെൻസസ് ഡ്യൂട്ടി മൂലം മൂല്യനിർണ്ണയത്തിന് അധ്യാപകരെ ലഭിച്ചിട്ടില്ല. സോഫ്റ്റ്വെയറിൽ നേരിട്ട സാങ്കേതിക പ്രശ്നവും ഫലം പ്രസിദ്ധീകരിക്കാൻ തടസ്സമായെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നുണ്ട്. ഫലം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് പരീക്ഷാ ബോർഡ് യോഗം ചേരും. വിജിൻ വായനോട് വിവരങ്ങൾ നൽകും. വിജിൻ, അപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ അഡ്മിഷൻ സമയമാണ്, കോളേജ് പ്രവേശനമൊക്കെ നേടാനുള്ള സമയമാണ്. അവിടെ ഒരു കാരണങ്ങളും അവിടെ കൊണ്ടു ചെല്ലാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ ഒരു അടിയന്തര നടപടി അതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾ നേരിടുക. കാരണം ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ സേ പരീക്ഷ പൂർത്തിയാക്കി അതിന് അപേക്ഷ നൽകാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ അതാണ് ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നത്. സേ പരീക്ഷാ ഫലം അത് എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യമുണ്ട്. നേരത്തെ തന്നെ 15-ന് പ്രസിദ്ധീകരിക്കും, ഒപ്പം തന്നെ 18-നും 20-നും പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെയും നിലവിൽ സേ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ അതായത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. സോഫ്റ്റ്വെയറിലെ ചില തകരാറുകൾ അത് അപ്ലോഡ് ചെയ്യുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ വാല്യുവേഷൻ ക്യാമ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നിലവിൽ സെൻസസ് ഡ്യൂട്ടിയിലാണ്. അതുകൊണ്ട് അതിനുള്ള സമയം അത് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല. അതിനുള്ള തടസ്സം അങ്ങനെയുണ്ട്. ഒപ്പം തന്നെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ അവിടെയുള്ള സേ പരീക്ഷകൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾ 1 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ വലിയ സമ്മർദ്ദം വിദ്യാർത്ഥികൾ നേരിടുന്നുമുണ്ട്. കാരണം ജൂലൈ 3-ന് അവസാനിച്ചതാണ് സേ പരീക്ഷകൾ. അതിനുശേഷം ഇത്രയും ദിവസമാകുന്നു, ഇന്ന് 23 ആകുന്നു. ഏകദേശം 20 ദിവസത്തോളമായിരിക്കുന്നു. 1 ലക്ഷം പേരുടെ ഈ സേ പരീക്ഷാ ഫലം മാത്രമാണ് പ്രസിദ്ധീകരിക്കാനുള്ളത്. അതിൽ പെട്ടെന്ന് തന്നെ തീർപ്പാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിൽ ഒരു നടപടി ദ്രുതഗതിയിൽ എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണം. എന്തായാലും ബോർഡ് യോഗം ചേരുമ്പോൾ ഒരുപക്ഷെ നിലവിൽ ഇപ്പോൾ പരീക്ഷ നടത്തി വാല്യുവേഷൻ കഴിഞ്ഞ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി നൽകാനാണ് സാധ്യത. അങ്ങനെ നൽകിയില്ലെങ്കിൽ അത് വീണ്ടും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കും. ജിൽസി.